ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സ്ഥലം അമ്മയുടെ ചാനലിലുണ്ട്, എല്ലാവർക്കും ഭയങ്കര പരിചയമായിരിക്കും. ഞങ്ങൾ കയ്യേറി അമ്മ അവിടെ നടക്കുന്നത് ഫുള്ള് എല്ലാം കുഞ്ഞനാണ് ചെയ്യണത്. അമ്മയുടെ പകരം അമ്മ എന്തൊക്കെ ഉണ്ടാക്കണം അതെ കുഞ്ഞിനെ ഉണ്ടാക്കാൻ പോകുന്നു. പാടുന്നേട്ട വെറുതെ പറയണ്ട, ഞങ്ങള് മനുഷ്യ അമ്മയുടെ അതേ കൈ പുണ്യം. എനിക്ക് അമ്മയുടെ ഫുഡിന്റെ ടേസ്റ്റ് ഒന്നും എനിക്കറിയില്ല കേട്ടോ. ഞങ്ങള് ഇന്നലെ രാത്രി 1 മണിക്ക് ഇവിടെ ലാൻഡ്, അല്ല ഇന്ന് 1 മണി ഞങ്ങള് ലാൻഡ് ചെയ്തു. രാത്രി ഇന്നലെ രാത്രി 1 മണിക്കാണ് നമ്മൾ എത്തിയത്. നമ്മള് സാധാരണ പറഞ്ഞോളൂ 10 മണി 11 മണിയാവും. അത് പക്ഷെ ഞങ്ങൾക്ക് ആ നേരം ഇഷ്ടം. പക്ഷെ ഇന്നലെ കുറച്ച് ചൊറിയൻ പിള്ളേരനെ ഉണ്ടായി, അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമായില്ല. വേറെ ഒന്നല്ല, നമ്മൾ ഈ വണ്ടിയൊക്കെ എടുത്ത് വരുമ്പോ നല്ല മര്യാദക്ക് ഭാര്യ ഭർത്താവും പോകുമ്പോ ഇനി രാത്രി വലിച്ചു കുടിച്ചൊക്കെ നടക്കുന്ന പിള്ളേർക്കൊരു ഹരം, ഒരു നമ്മളെ പേടിപ്പിക്കുക എന്നുള്ളൊരു ഹരം. നമ്മൾ പേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തുമ്പോ അവര് വണ്ടി എടുത്തു പോകും. അവർക്ക് പേടിയാണ്, അവർക്കും പേടിയുണ്ട്. അവര് വെറുതെ നമ്മളെ ചൂടാക്കാൻ വേണ്ടി കാണിക്കുന്നതാണ്. നമ്മളിങ്ങനെ നല്ല ചൂടാക്കിയിട്ട് ബൈക്കിന് റേസ് ചെയ്ത് നിർത്തിയപ്പോ ഏട്ടന് നിർത്തി. ഞാൻ ഏട്ടൻ പറഞ്ഞു വേണ്ട പോവാന്ന് പറഞ്ഞു. ഏട്ടൻ നിർത്തിയപ്പോ അവന് പേടിച്ചിട്ട് അവൻ വണ്ടി എടുത്തു പോയി. അവൻ നിന്നൊന്നുമില്ല. അങ്ങനത്തെ കുറച്ച് പിള്ളേരായോണ്ട് രാത്രി യാത്ര ഇന്നലത്തെ അത്ര വലിയ ഇഷ്ടമായില്ല. അല്ലെങ്കിൽ നമ്മള് സുഖമായിട്ട് വരുന്നവരാണ്. നമുക്ക് അങ്ങനത്തെ ഓരോ തന്നെ ആണെങ്കിൽ നമുക്കൊരു ചാന്ത് വരും. നമ്മൾ മാന്യമര്യാദയിൽ പോയി ജീവിച്ചിക്കണ പറഞ്ഞ ചെല്ലപ്പെടുത്താൻ വേണ്ടിട്ട് ഓരോന്നും ഉണ്ടാവും. നമ്മളുടെ നാട്ടിലത്തെ പിള്ളേരെന്ത് ഇങ്ങനെയായി പോയി. ഞാനപ്പൊ ചിന്തിച്ചു നമ്മുടെ അടുത്ത് പോലീസുകാര് അവരുടെ മക്കടുത്ത് പിടിച്ചോന്നു എന്നാലും പഠിക്കുന്നു. ഒരു പെണ്ണിനാണുമ്പോൾ പേടിപ്പിക്കാൻ നിൽക്കുന്നതാണ്. പിന്നെ കുഴപ്പമൊന്നുമില്ല. ഏട്ട തിരിച്ചപ്പോ അവര് തന്നെ വണ്ടി എടുത്ത് പോയല്ലോ. ഇന്ന് നേരത്തെ വെച്ച് 9 മണിക്കിട്ട് ഇവിടെ എത്തി. ഞാൻ 10 മണി 11 മണിക്ക് എനിക്കാറ്. ഹലോ അച്ഛനാ ഞാനല്ല അമ്മയുടെ മോനുണ്ടാക്കി. അപ്പൊ കുണിക്ക് മാങ്ങ ഉണ്ടാക്കിയതിന് എന്തോ സൊർക്ക് വയ്ക്കാൻ പറഞ്ഞതാ. ഞങ്ങള് ഇവിടെ എത്തി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഏറ്റവും അതിലുള്ള സ്വഭാവം കുളിക്കുന്നറിയും. അങ്ങനെയാണെങ്കിൽ രാത്രി 11 മണിക്ക് വിളിച്ചാൽ ഇങ്ങനെ വിളിക്കണമെന്ന് ആലോചിക്കണത്. എന്താ ഞാൻ പറഞ്ഞു തന്നത്? നേരത്തെ എണിച്ചതല്ല കേട്ടാ. അച്ഛനമ്മയും സ്ഥലത്തേക്ക് പോകുമ്പോ കുണിക്കും ഹാളിലിരിക്കണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ എനിക്കതാണ്. സാധാരണ കുറച്ചുകൂടി വൈകിട്ട് എനിക്കറിയാം. രാവിലെ തന്നെ ഒരാൾ മാങ്ങ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് വന്നിട്ട് ഓളിയുമ്പോ സൗണ്ട് എങ്ങനെയുണ്ട് കേട്ടമ്മ എന്താ വെള്ളം ചോദിക്കണ്ട. എനിക്ക് പറ്റില്ല. എനിക്ക് ഈ കാലത്ത് തന്നെ മറ്റേ അസിഡിറ്റി അതെ എന്റെ സ്വഭാവം, എന്റെ പണ്ടത്തെ സ്വഭാവമാണ്. ചക്ക പിടിക്കും ഞാനും പണ്ടിങ്ങനെയാ. എപ്പം മാങ്ങ ഉണ്ടായാലും പിന്നെ ആ ക്ഷീണാലും എനിക്കൊരു സമാധാനം ഉണ്ടാവും. ചോക്ലേറ്റ് മാങ്ങ കോമ്പിനേഷൻസ് ഒക്കെയാണ് നടക്കുന്നത്. അപ്പൊ എന്തിലാ കേൾക്കുന്ന സമയത്ത് വീഡിയോ എടുത്ത് വരുന്ന മനുഷ്യൻ. എന്റെ ഫോണാട്ടാ, നിന്റെ ഫോൺ നമ്മളെ അങ്ങനത്തെ അല്ല. ഇവിടെ എന്തോ രണ്ടാളും അവിടെ ഉണ്ട്. തമിഴ്നാട് അതിർത്തി അടിക്കണോ? അപ്പുറത്താണോ തമിഴ്നാട്, ഇപ്പുറം കേരളമാണോ? അതിർത്തിടിയാണ് ഇവിടെ. ഇവിടെ എന്തോ പരിപാടിയാണ്, അറിയില്ല. തുറന്നു എന്തേ വെള്ളമൊക്കെ തുറന്നെടുത്ത് പേടിയോണ്ട് ഞാൻ പോയതാ.
അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയോ ഇരുന്ന് പുറത്തിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചക്കമ്മേനെയാണ് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ചക്കമ്മ ഇങ്ങനെ എന്തൊക്കെയോ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവളോട് രാവിലെ മാങ്ങ അയച്ച് പറഞ്ഞു, ഈ ലൂസ് മോഷനും കാര്യങ്ങളൊക്കെ പിടിക്കട്ടെ ഏട്ടാന്ന് പറഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ച് നടക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഏട്ടൻ എന്തോ ചോദിക്കുന്നുണ്ട്. അപ്പം ഏട്ടനെ നോക്കി സംസാരിക്കണേ എന്തൊക്കെയോ പറയണ്ട. അമ്മയച്ഛന് രാവിലെ തന്നെ കുളിച്ച് വേറെ ഓരോ കാര്യങ്ങളുണ്ടായി. ഇപ്പം അതിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തൊക്കെയോ ഒരുങ്ങണ കാര്യം എന്തൊക്കെയോ പറയണത് ഏട്ടനോട്. മുഖത്ത് തേക്കേണ്ട എന്തൊരു തൈലം ഉണ്ടായി. അപ്പം അതിൻ്റെ കാര്യമൊക്കെയാണ് കേട്ടോ പറയണത്. അപ്പം ഞാൻ ഏട്ടനോട് പറയണേ ഏട്ടന് ഈ തൈലം എന്നെയൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പം ഞാൻ പറഞ്ഞു അതാ ഏട്ടൻ മൈൻഡ് ചെയ്യണ്ട, അങ്ങനെ ചിന്തിക്കണ്ട എന്നൊക്കെ പറയണം. അമ്മ പറഞ്ഞൊരു നല്ലൊരു തൈലം കിട്ടിയിട്ടുണ്ട്, മുഖത്തേക്കണ കളറൊക്കെ വെക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് തേക്കാന്ന് പറഞ്ഞപ്പോൾ ഏട്ടന് വലിയ ഇഷ്ടമല്ല. ഞാൻ ഈ എണ്ണ തേക്കണതോ തൈലം തേക്കണതോ ഒന്നും ഏട്ടന് ഇഷ്ടമല്ല. എണ്ണ തേച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എന്നെ അടുത്ത് തന്നെ നിർത്തില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എണ്ണ തേച്ച് അപ്പം ഷാമ്പു ഇട്ട് കളയേണ്ട അവസ്ഥയാണ്. ഏട്ടന് ഈ എണ്ണ ഒക്കെ കണ്ട ഒരു അറപ്പാണ് കേട്ടോ. അതെന്തോ ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ്. പിന്നെ കുണുക്കിന് ഞാൻ തോക്കന്ന് വാങ്ങി കൊടുത്തതിൻ്റെ കുറച്ച് ഉണ്ടിയും കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ടായിട്ടാ. അപ്പോൾ അതൊക്കെ പിടിച്ച് നടക്കാണ്. തോക്ക് ഇവിടെ ഇല്ല പൊന്നിച്ചിരോടെയാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. പിന്നെ അമ്മ എൻ്റെ തലയൊക്കെ ഒന്ന് നോക്കി തരാണ്. ഇങ്ങനെ വേറെ ആരും ഇല്ലല്ലോ എനിക്ക് തലയൊക്കെ നോക്കി തരാൻ. അപ്പോൾ ഇങ്ങനെ എനിക്ക് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നോക്കി തരാറുണ്ട് കേട്ടോ. പിന്നെ അമ്മ ഇങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് പോയിരുന്ന അമ്മ ആദ്യം നോക്കണത് തലയായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടോ എന്നൊക്കെ പാനൊക്കെ ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ എടുക്കണം. അപ്പോൾ ഏട്ടൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഏട്ടനും കുടിക്കുമ്പോൾ എന്തൊക്കെയോ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. കുടിക്കുമ്പോൾ എപ്പോഴും ഏട്ടൻ്റെ അടുത്തായിരിക്കും. ഞാൻ ഏട്ടൻ്റെ അടുത്ത് പോയിരുന്നാലും അവളെന്നെ നീക്കും. അവളേട്ടൻ്റെ അടുത്തിരിക്കുക. കാറിലായാലും എവിടെയായാലും അവർ രണ്ടും ഭയങ്കര സെറ്റാണ് കേട്ടോ. കുണുക്കനാഥേട്ടാ ഇപ്പം എന്നെ കെട്ടിപ്പിടിക്കാനോ ഉമ്മ വയ്ക്കാനോ ഒന്നും സമ്മതിക്കില്ല. ഇവിടെ എത്തി കഴിഞ്ഞാൽ ഏട്ടൻ്റെ മക്കളാണ് അവരൊക്കെ. ഏട്ടനെ പിടിച്ചെടുക്കുക അവരുടെ സ്വന്തമാണ്. ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് പാപ്പനും മോൾ അപ്പുറത്തിരുന്ന് കളിക്കാണ് കേട്ടോ. അതിൻ്റെ സൗണ്ടാണ് കാര്യം കേൾക്കണത്. പിന്നെ അച്ചൂട്ടനൊക്കെ ഉണ്ട്. അച്ചൂട്ടൻ രാവിലെ അമ്പലത്തേക്ക് പോയിട്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പണ്ടത്തെ എന്തൊക്കെയോ കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെയോ സംസാരിക്കാൻ കേട്ടോ. ഇങ്ങനെ ഇവിടെ എത്തുമ്പോൾ ഞാനിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ചിന്തിക്കും, ചെറിയപ്പത്തിലെ കാര്യങ്ങളൊക്കെ. പിന്നെ കുണിക്കുമ്പോൾ പല്ലളകൊക്കെ കാണിച്ചു കൊടുക്കാൻ. പിന്നെ അമ്മയ്ക്ക് അച്ഛന് രാവിലെ എന്തൊക്കെയോ പരിപാടികൾ കാരണം ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയതാ. അപ്പോൾ ഞാൻ വീട്ടിലിട്ടാ ചുരിദാറിട്ട് നേരെ അങ്ങനെ ഇറങ്ങേണ്ട ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഞങ്ങളങ്ങനെ നെയ്റോസ്റ്റും ഏട്ടൻ മസാല ദോശയൊക്കെ പറഞ്ഞു. അപ്പോൾ ഏട്ടൻ്റെ നിന്ന് മസാല എടുക്കുന്നതാണ് ഈ കാണുന്നത്. കുണുക്കിന് ഞാൻ ഏട്ടനൊരു ബെഞ്ചും വരുന്നു. കുണിക്ക് അച്ഛനും അമ്മയും ഒരു സ്ഥലത്ത് നിന്നിട്ട് കുണിക്കും പിന്നെ ഏട്ടൻ്റെ അടുത്തുനിന്ന് സ്ഥലം കൊടുക്കില്ല. കുറച്ച് നേരത്ത് പടി കഴിഞ്ഞോട്ടെ ചേട്ടൻ്റെ അടുത്ത് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഏട്ടൻ്റെ ഒരു ആൽബമൊക്കെ കൊടുക്കാനുണ്ടായി. അപ്പോൾ അതിന് പോയതാണ്. അപ്പോൾ അവിടെ നിന്ന് മിഠായിയൊക്കെ ഇങ്ങനെ തന്നിട്ടുണ്ടായിട്ട് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിള്ളേരിങ്ങനെ ഇരിക്കണം. അപ്പോൾ പിള്ളേരിനെ കൊണ്ടാണ് പോയത്. ഞാൻ വണ്ടിയിലിരിക്കട്ടെ. ഏട്ടനോട് പറയുന്നു ഈ മിഠായി കവർ വെച്ചിട്ട് എന്തോ പാവക്കുട്ടീനെ എന്തോ ഉണ്ടാക്കില്ലേ, അത് ഉണ്ടാക്കാൻ അറിയുമോ ചോദിക്കുന്നുട്ടാ. എനിക്കങ്ങനെ അറിയില്ല. പിന്നെ അത് അവരുടെ ഡാൻസാണ് കേട്ടോ ഈ കാണുന്നത്. ഫുള്ളും ഇങ്ങനെ ഇരുന്ന് ഭയങ്കര ഡാൻസാണ്. കുണുക്കനും കുണിക്കും കാർത്തും ഒക്കെ. പാപ്പൻ ഇങ്ങനെ കളിക്കെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഇവർ പിന്നെ ഡാൻസ് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഫുഡ് വാങ്ങാൻ വേണ്ടി നിൽക്കുകയായിരുന്നു കേട്ടോ പാർസൽ. അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടാക്കിയില്ല, പുറത്തുനിന്ന് തന്നെ കഴിക്കാമെന്ന് വെച്ചാൽ അച്ഛനും അമ്മയ്ക്ക് റെസ്റ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. ഞങ്ങൾ മന്തി വാങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് ഹോട്ടലിൽ. അപ്പോൾ അവിടെ നല്ല തിരക്കാണ്. ഇപ്പോൾ വേറെ റെസ്റ്റോറൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ഞങ്ങൾ വീടെത്തിയിട്ട് മന്തിയൊക്കെ കഴിക്കാനിരുന്നു കേട്ടോ. അമ്മയും ഉണ്ണികളൊക്കെ ഇരുന്ന്, ഞങ്ങൾ ഇരുന്നിട്ടില്ല. അയ്യോ എൻ്റെ കോലം കണ്ട് ഇപ്പോഴും ഉറക്കം വത്ത്. ചെറുതായിട്ടൊന്നും ഉറങ്ങിട്ടാ. വേറെ നല്ല കൂണക്കിനും കുടിക്കുകയും കാത്തുനൊക്കെ ഡാൻസ് പഠിപ്പിക്കാൻ ചേട്ടൻ വന്നിട്ടുണ്ടായില്ല. അവിടെ ഡാൻസ് മാഷിനെ പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ നിന്ന് വിട്ട് അവരെ ശല്യപ്പെടുത്തണ്ടല്ലോ. അപ്പൊ പിന്നെ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിണ്ടായി. അപ്പൊ അമ്മേനെ അടുപ്പിക്കാനും വലിയ പണി ഉണ്ടായില്ല. ശരിക്കും പറഞ്ഞ ഇന്നലെ ഞങ്ങൾ ഇത്ര നേരത്തെ എനിക്കില്ലല്ലോ, അതുകൊണ്ടായിരിക്കും കുറച്ച് അങ്ങോട്ട് ഉറങ്ങി. ഭയങ്കര ഒരു ക്ഷീണം ഉറങ്ങി. ഞാന് ഭാര്യ കെട്ടി പിടിച്ചവർക്ക് അല്ലേട്ടാ. ഏട്ടൻ സാധാരണ ഉച്ചയ്ക്ക് ഉറങ്ങാത്തല്ല, പിടിച്ച് കെടുത്തിയ പോലെ ഉറങ്ങത്തല്ല. പക്ഷെ ഏട്ടൻ അഞ്ചി കേട്ടാ ആദ്യം ഉറങ്ങിയത്. എന്നിട്ട് ഞാൻ ഉറങ്ങിയത് എന്താണ് ഗർഭുണ്ട്. അങ്ങനെ ഞങ്ങളിത് ആ പ്ലേറ്റൊക്കെ എടുത്ത് വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി. ഏട്ടനാണ് ചില്ല് പ്ലേറ്റ് തന്നെ വേണം. ഞങ്ങളൊക്കെ സ്റ്റീലിൽ കഴിക്കുന്ന ആൾക്കാരാണ്. ഏട്ടന് ചില്ല് പ്ലേറ്റ് തന്നെ വേണം കേട്ടോ. അപ്പം അങ്ങനെ പ്ലേറ്റൊക്കെ എടുത്തു കൊടുന്ന് അമ്മ വിളമ്പി തരുന്നുണ്ട് കേട്ടോ ഫുഡൊക്കെ. കാർത്തു പിന്നെ ഏട്ടൻ്റെ അപ്പുറത്ത് ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട്. തണ്ണിമത്തനും മന്തിയൊക്കെ കൂടെ ഒരുമിച്ചാണ് കാർത്തു കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ കാർത്തു ഞങ്ങളുടെ അടുത്ത് വന്ന് കിടന്നിട്ട്
പാവക്കുട്ടീനെ വെച്ച് കളിക്കാണ് ഇരുന്നു. അപ്പോൾ കാർത്തു കരച്ചിൽ വാശിയായപ്പോൾ ഞാൻ പറഞ്ഞു, നീ കിടന്ന് ഉറങ്ങിക്ക് എൻ്റെ മേത്തെന്ന് പറഞ്ഞിട്ട് ഞാൻ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയുന്നു. പണ്ട് മേമര മോളിങ്ങനെ മേമര മേത്ത് കിടക്കുക, കരയൊന്നുമില്ല, അങ്ങനെ കിടന്ന് ഉറങ്ങും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം 10 മിനിറ്റ് മിണ്ടാണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആൾക്കാണെങ്കിൽ ഉച്ചയ്ക്ക് ഉറങ്ങണതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ വലിയ പെണ്ണൊക്കെ ആയില്ല, അപ്പോൾ ഉച്ചയ്ക്കൊന്നും ഉറങ്ങണത് ഇഷ്ടമല്ല. അപ്പോൾ അവൾ ഉറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എഴുതിച്ച് പിന്നെ പോയി മാങ്ങയും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിച്ചിട്ട് അത് ആ പാപ്പനും മോളും കൂടി പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വാശിയായിപ്പോൾ ഏട്ടാ അവളൊന്ന് എടുത്ത് നടന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ച് ഞങ്ങൾ പുറത്തേക്ക് പോയിട്ട് രാത്രി പാപ്പനും മേമയും ഞാൻ അച്ചൂട്ടനും അച്ഛനും അമ്മയും പൊന്നേച്ചിയും ഷെമിൻചാനും കുണിക്കും ഞങ്ങളൊക്കെ കൂടിയിട്ടാണ് പോയത് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ്. ഇവിടെ ഒന്നും ഫുഡ് കിട്ടാതെ ഞങ്ങൾ കാർത്തും ഉണ്ടായിട്ടാ. ഇവിടെ ഒന്നും ഫുഡ് കിട്ടാതെ ഞങ്ങൾ എടപ്പാളായി ഇവിടെ അങ്ങോട്ടാണ് ഫുഡ് പോയി കഴിച്ചത്. അവിടെ ഒരു ഫുഡ് കോർട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ മുന്നേ പോയി കഴിച്ചിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഓരോരുത്തർക്ക് എന്താ വേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഇത്രയും പേരാകുമ്പോൾ എന്താ വേണമെന്നൊക്കെ അറിയാതെ. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ സാധനം പറഞ്ഞ് കഴിച്ചിട്ട് വീടെത്തുമ്പോൾ ഭയങ്കരമായിട്ട് വയറ് നിറഞ്ഞിട്ടാണ് വന്നത് കേട്ടോ. എൻ്റെ ഇടയിൽ ഏട്ടൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും അവരൊക്കെ ഓർഡർ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണികൾക്ക് ബർഗറാണ് വാങ്ങിയത് ആദ്യം തന്നെ. അപ്പോൾ അവരത് കഴിക്കുന്നുണ്ട്. പിന്നെ കാർത്തുമ്പോൾ കാടമുട്ടയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചായ എനിക്ക് വാങ്ങിയില്ല. പക്ഷെ എനിക്ക് ഈ ഇടയായിട്ട് ചായയോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഏട്ടൻ പറഞ്ഞൊരു തുണ്ട് കുടിച്ചോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ തുണ്ട് കുടിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഒരു സംഭവം ചായ കുടിക്കാൻ പാടില്ല എന്നിട്ട് അവിടെ നിന്ന് പറയണേ. പിന്നെ ഒരു അങ്ങനെ ഞങ്ങൾ കേക്കും സംഭവങ്ങളൊക്കെ കഴിച്ചു. ഇത് എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ അൽഫാം, ലോഡർ ഫ്രൈസ്, മോമോസ് അങ്ങനെ കുറേ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് അങ്ങനെ വീടെത്തിയിട്ട് ഞങ്ങൾ ഇതൊന്നും ഇണ്ടാണ്ടിച്ചന് ആരുടെ കുട്ടിയേ ആരുടെ കുട്ടിയാ വയ്യേ ആരുടെ കുട്ടിയാ കുഞ്ഞിയുടെ കുട്ടിയാണോ? കുഞ്ഞ് ശുന്തിരിപ്പെണ്ണണീ കാർത്തു എൻ്റെ കുട്ടിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അല്ലേ. ഇത് രാവിലെ തന്നെ അവിടെ കരഞ്ഞ് പൊളിച്ചിട്ടുണ്ട് പോന്നു. പൊന്നേച്ചിക്ക് എന്താ വീഡിയോ എടുക്കാനും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഒരു ഉച്ച കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് കാർത്തു സമ്മതിച്ചില്ല. ചേച്ചി കുഞ്ഞിൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് രാവിലെ വന്നതാട്ടോ. പിന്നെ ഞാൻ എൻ്റെ കൂടെ ഫുഡൊക്കെ കഴിച്ചിരിക്കുന്നു. പിന്നെ ഇടയ്ക്ക് പാപ്പനും മോളും കടയിലേക്കൊക്കെ പോയി. എന്താ വാങ്ങി കടയിൽ പോയിട്ട്? പഞ്ഞത്തെ ലൈസ്, പിന്നെ മിഠായി, ജ്യൂസ്. സാധാരണ ഞാൻ പോവുകയാണെങ്കിൽ അവള് കുറേ സാധനം ചോദിച്ചാൽ ഞാൻ എന്തെങ്കിലും ഒന്നൊക്കെ വാങ്ങി കൊടുക്കണം, നല്ലതല്ലല്ലോ വെച്ചിട്ട്. പക്ഷേ ഏട്ടെല്ലാം വാങ്ങി കൊടുത്തിട്ട് വേറെ ഒന്നല്ല. അവള് വാങ്ങി കൊടുത്തില്ലെങ്കിൽ ഏട്ടയും പിന്നെ അവളെ ഒരു ഇതിൽ വേണം അവളൊന്ന് ശരിയാക്കി എടുക്കാൻ. അത് ഏട്ടനെ അറിയില്ല. അപ്പൊ ഏട്ടൻ്റെ ഇവളും കൂടിയല്ലേ പോയത്. അപ്പം പിന്നെ ഏട്ടൻ കഴിഞ്ഞാൽ ഏട്ടനെ അവിടെ നിന്ന് അവളെ കൊണ്ടുവരണമെങ്കിൽ ഞാൻ ആരെങ്കിലും പോകേണ്ടി വരും. അതുകൊണ്ടാണ് കേട്ടാ ഏട്ടെല്ലാം ചോദിച്ചതൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായി അവൾക്ക്. ഇല്ലാത്ത പാപ്പനോട് പോയി അതെന്തോ കാര്യത്തില നമ്മള് പാപ്പനെ പഠിപ്പിക്കുകയായിരുന്നു. അപ്പൊ പാപ്പൻ ഫോണിൽ കളിച്ചിരുന്നു, പഠിച്ചില്ല പറഞ്ഞിട്ടാണ് പാപ്പനോട് പിണങ്ങി. പാപ്പന് ഉമ്മ തരില്ല, പാപ്പനോട് മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോ പാപ്പൻ പിണക്കം മാറ്റാൻ വേണ്ടിട്ടാ കടയിൽ കൊണ്ട്. അപ്പൊ പിന്നെയും പിണക്കിക്കാൻ പാടില്ലല്ലോ അല്ലേ? കാത്തു പാപ്പനോട് മിണ്ടോ? കാത്തു പാപ്പനോട് മിണ്ടോന്ന്? എവിടെ പാപ്പ? എവിടെ കാത്തുണ്ട് പാപ്പ? അവൾക്ക് പാപ്പനാണ്ട് ഒരു നാണാട്ടെ. ഇടയ്ക്കൊക്കെ ഉമ്മ കൊടുക്കുള്ളൂ. ഉമ്മ കൊടുക്കാനും വരും, പക്ഷെ അവൾക്കൊരു നാണ. പാപ്പിച്ചൊരു ഉമ്മത്തെ നോട്ടെ വേവിച്ചൊരുമ്പന്നെ ഫുള്ളും എങ്ങനെ വേവിച്ച് കാണിച്ചോട്ടെ. ഫുള്ളും എല്ലാവർക്കും ഇല്ല, വേവിച്ചു ഉള്ളു തന്നെ. ഞെടിയാ ഇതാണ് ഫുള്ളുമ്മ. പാപ്പന് കൊടുക്കോ ഫുള്ളുമ്മ? കൊടുത്തോന്നാ നോക്കട്ടെ. ആദ്യമായിട്ടാണ് പാപ്പന് ഫുള്ളുമ്മ കിട്ടണത്. ഇതുവരെ കിട്ടിയിട്ടില്ല അല്ലേ? വീഡിയോ തോന്നുന്നു കുട്ടികളൊക്കെ ഫുള്ളുമ്മ എല്ലാവർക്കും തരില്ല. എനിക്കും പൊന്നേച്ചി ഞാൻ അമ്മയ്ക്കും അങ്ങനെ കുറച്ച് പേരൊക്കെ കൊടുക്കുള്ളൂ. എങ്ങടാ പോണേ? കണ്ണെഴുതാൻ പോവാണ് കേട്ടോ. അപ്പൊ ഭയങ്കര ബ്യൂട്ടി ആണ്. ഇന്നലെ കണ്ണൊക്കെ എഴുതി മുടിയൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായി. പക്ഷെ അവളുടെ വലിയ പെണ്ണിന്റെ അന്തേ തോന്നട്ടെ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞാൽ. എനിക്ക് തന്നെ അവളെ തോന്നാറില്ല, 2.25 വയസ്സായിട്ടുള്ളൂ. അവളെ ആറ്റിറ്റ്യൂഡ് ഉണ്ട്, 5-6 വയസ്സായിരുന്ന അങ്ങനെ. പിന്നെ കുണിക്കൊക്കെ എന്തൊക്കെയോ എടുത്തിട്ട് വരുന്നുണ്ട്, ബണ്ണൊക്കെ എടുത്തിട്ട് എൻ്റെ കുണിക്കൊക്കെ ട്യൂഷന് പോയിക്കാണ്ടിട്ടാ. ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ പിള്ളേരെ കണ്ടിട്ടില്ല. രാവിലെ കുണക്കനൊന്ന് ജസ്റ്റ് വാഷ്റൂമിൽ പോകുമ്പോൾ കണ്ടതാണ്, വേറെ ഒന്നല്ല. എനിക്ക് ഇന്നലെ ഭയങ്കര വയറുവേദനയായിട്ട് കിടന്ന് ഉറങ്ങിയത്. പിന്നെ ഞാൻ 2 മണിക്ക് എഴുന്നിച്ച് ഇന്നലെ. അതുകൊണ്ട് തന്നെ അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല. കുറേ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ചോദിച്ചാൽ പിന്നെ എല്ലാവരും കൂടി പോയി കറങ്ങിയൊക്കെ വന്ന്
പിന്നെ ഒരു വയറുവേദന തുടങ്ങി. ഞാനിങ്ങനെ ചുരുങ്ങി ഒരു വിധായി. അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു വയറുവേദന വന്നു. പിന്നെ അങ്ങനെ കിടന്നുറങ്ങി. ഒരു 2 മണിയാകുമ്പോൾ പിന്നെ വയറുവേദന വന്ന് 4 മണി 5 മണി വരെ വയറുവേദന മാറിയില്ല. ഞാൻ എന്നിട്ട് 5 മണിക്കാണ്ട് ഉറങ്ങിയത് 2 മണിക്ക് വെച്ചിട്ട്. അത് വേറെ ഉറങ്ങാണ്ട് ഇങ്ങനെ എടുക്കുന്നത്. വേറെ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥക്ക് വന്നാണ്. കുഞ്ഞിങ്ങനെ ഹോസ്പിറ്റലിൽ പോകണ്ട കിടന്നാ മതി. പിന്നെ അമ്മ മറ്റേ മോരും കുമ്മിട്ടിയും കൊണ്ടുവന്നു. പക്ഷെ അതും യൂറിൻ ഇൻഫെക്ഷന്റെ ആണ് കേട്ടാ. കുമ്മിട്ടിയൊന്നും കഴിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് ആ നേരത്തെ ഫുഡ് കഴിച്ച് വയറ് ഫില്ല. അപ്പോഴേക്ക് ആ വയറുവേദന വന്നിട്ട് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെയൊക്കെ വെച്ചിട്ട് കുമ്മിട്ടിങ്ങയും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഒന്നും ഇപ്പൊ കുറഞ്ഞു കേട്ടോ. ഇപ്പൊ വയറുവേദന കുറഞ്ഞു. ഇന്നലെ ഏട്ടനും അച്ഛനും അമ്മയൊക്കെ തുള്ളിക്കൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ പോകുന്നത്. എനിക്കറിയാതെ പരമാവധി ഹോസ്പിറ്റലിൽ പോകാണ്ടിരിക്കാനാണ് ഇഷ്ടം. പിന്നെ ഇപ്പൊ ഇതൊക്കെ കഴിച്ചപ്പോ ഏകദേശം കുറഞ്ഞു. പിന്നെ നന്നായി വെള്ളം കുടിച്ചപ്പോ ഞാൻ തന്നെ ചികിത്സിച്ചപ്പോൾ കുറഞ്ഞു കേട്ടോ. വേറെ ഒന്നല്ല, നമുക്ക് ഈ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വെള്ളം കൂടി ഒട്ടുമില്ല. എനിക്കാണ് എവിടെയും പോയ വെള്ളം ചോദിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അതെന്താ കാണിക്കണേന്നറിയോ? ത്രെഡ് ചെയ്ത് തരാ അല്ലേ? ത്രെഡ് ചെയ്ത് തരാ. പൊന്നേച്ചി ഇന്നാളെ ത്രെഡ് ചെയ്യണ എവിടെ പോയിട്ട് ചീര കണ്ടതിന് ശേഷം പണ്ണെടുത്ത് കൊടുത്തിട്ട് എന്നെ ത്രെഡ് കാണിച്ചെന്ന്. ഇടയ്ക്ക് ചോദിക്കട്ടെ വേദന ഉണ്ടോന്ന്. വേദനിച്ചിണ്ട് ചേച്ചി. ത്രെഡ് ചെയ്യുമ്പോ വേദനിച്ചിണ്ട്, പതുക്കെ ചെയ്യോ വലിയ ചേച്ചി? അച്ഛൻ തിന്നാണ് എന്നാ തൊങ്ങനെ കാത്തു കുഞ്ഞരാത്ത്. ഇന്നലെ അവള് വരണമെന്ന് പറഞ്ഞിരുന്നാട്ടെ. പിന്നെ പൊന്നിച്ച് വലിച്ചോണ്ടേതാ. ആരുടെ അടുത്തൊന്നും ഉറങ്ങണേ? ആരുടെ കുട്ടിയാ? പൊന്നുണ്ട് കുട്ടി, കുഞ്ഞൊരു കുട്ടിയാ? കുഞ്ഞൊരു കുട്ടി. ഇപ്പൊ ഫോൺ വിളിക്കുമ്പോ ആദ്യത്തെ കറങ്ങാൻ പോവാ. ഇപ്പൊ ഈ വയസ്സത്തെ ഫുൾ ഡയലോഗാണ് കറങ്ങാൻ പോവാ. നമുക്കിപ്പൊ മാമനെയും കൊണ്ടുവരാൻ പോകുമ്പോ പോയി കറങ്ങാം. ഓക്കെ, പരിപ്പട കഴിക്കാൻ പോവാം. ഞങ്ങളിപ്പോ വന്നു കഴിഞ്ഞാൽ കുണിക്കനെയും കറുത്തനും കൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ ജസ്റ്റ് ഇവിടെ കറങ്ങാറുണ്ട്. അതാണ് ഇപ്പൊ കറങ്ങാൻ പോവാ ചോദിച്ചോണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ വരാൻ ഭയങ്കര ഇഷ്ടമായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചിരിക്കും. ഇല്ലാത്ത എങ്ങനെ ഡാൻസ് വെച്ച ആ കുട്ടി ഡാൻസ് വെച്ചിട്ടുണ്ട്. പഞ്ഞോത്ത് എങ്ങനെയാ ഡാൻസ് വെച്ച? ഡാൻസ് സ്റ്റാർ വന്നപ്പോ അപ്പൊ കുട്ടി ആ കുണിക്കനും പോലൊക്കെ ശ്രമിക്കണ്ട. എന്താ എങ്ങനെ കളിച്ചു? ആ സ്റ്റെപ്പൊക്കെ കാണിച്ചിട്ടുണ്ടാ. ആള് വലിയ പെണ്ണായി അല്ലേ? സീരിയൽ നടിയാ മാമന്റെ. കാത്തുന്റെ സീരിയലിന്റെ പേരുണ്ടാ? ചിത്താര. കുട്ടിയുടെ വയ്യെങ്കിലും ആയോ കാണാനില്ല. ഇവിടെ ഇച്ചി അമ്മയുടെ കുങ്കുമൊക്കെ എടുത്തിട്ട് ആകെ മുഖത്തൊക്കെ ആക്കിട്ടാ. കുണിക്കനും അമ്മയുടെ കൂടെ കൊണ്ടുവരാൻ പോയിണ്ടായി. പിന്നെ അവർക്ക് വേറെ ഒരു പരിപാടിയൊക്കെ ആയിട്ട് അവര് പോയ സമയത്ത് വണ്ടിയിൽ ഇന്ന് മാമുണ്ട് അല്ലേ? ആ സമയത്ത് അമ്മാമ്മയായിട്ട് കുറുമ്പ് കാണിച്ചിട്ടുള്ളതാണ് ഈ മുഖത്തൊക്കെ കാണുന്നത്. കാത്തു കുമ്പില്ലേ? ആരമാമൻ അടിച്ച ഉണ്ണീനെ ഞാൻ ചോദിച്ചു അടിച്ചോ? അറിയില്ല അത്ര ഇല്ലേ? കുമ്പത്തില്ലേ? ഇത് കുട്ടിച്ച് കുമ്പില്ല പാവ കുട്ടി അല്ലേ? കുട്ടി പാവ. അപ്പൊ ഇന്നലെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ നമ്മള് നാളെ മറ്റന്നേക്ക് നാളെ വീട്ടിക്കല്ലേ? നാളെ നമ്മള് വീട്ടിൽ പോട്ടെ. പിന്നെ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 19-ാം തീയതി ഫസ്റ്റ് ഷോയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. എത്ര തിരക്കിണ്ടെങ്കിലും അത് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഫസ്റ്റ് സെക്കൻഡ് ഒന്നും ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ തന്നെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ചേട്ടന് ഇങ്ങനത്തെ സിനിമ കാണുമ്പോൾ ഫസ്റ്റ് ഷോ തന്നെ കാണണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് കൊണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ നോക്കി ബുക്ക് ചെയ്തതാണ് കേട്ടാ. ഏട്ടൻ അങ്ങനത്തെ ഒക്കെ ഒരു ഭയങ്കര ഇഷ്ടം. അപ്പൊ നമ്മള് കൂടുതലുള്ള ഇഷ്ടം നമ്മൾ നോക്കണ്ടേ? ഇനി ഇവിടെ ഫുള്ള് ബ്യൂട്ടീഷ്യൻ ആയിരിക്കും. ത്രെഡിങ് എങ്ങനെ ഫേഷ്യൽ ചെയ്യാത്തോ? ഫേഷ്യൽ എങ്ങനെ മേക്കപ്പ് ചെയ്തെന്ന ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടെന്ന ഐഷേഡൊക്കെ കാണിച്ചിങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടു കുറുമ്പത്തി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ നമ്മുടെ അവിടെ ഉണ്ടായി. ഇവിടെ അത്ര ഇല്ല. പിന്നെ ഒരു ഇരുട്ടൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക അല്ലേ? അവിടെ മേക്കപ്പ് ചെയ്യുന്നുണ്ട്, ഫൗണ്ടേഷൻ ഇട്ട് തരാ. ആണോ? ബ്രൈഡൽ മേക്കപ്പ് ആണോ? എന്തൊക്കെയോ എടുക്കുന്നുണ്ട് കേട്ടാ. എന്നെ കിട്ടി കഴിഞ്ഞാൽ അവളെ കളിക്കാനുള്ള ആളാ. ആൾക്ക് ഒന്നില്ലെങ്കിൽ എന്റെ പോലെയുള്ള ആളൊക്കെ വേണം കളിക്കാൻ. കുഞ്ഞു കുട്ടികളൊന്നും വലിയ പിടുത്തില്ല ആൾക്ക്. ഒന്നില് പ്രായമായ ആള് വേണം, അല്ലെങ്കിൽ എന്റെ പ്രായം വേണം അല്ലേ? ആണോ? ഒരു ബായ് പറയാ വീഡിയോയില്. ബായ് പറഞ്ഞേ. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാൻ. ബായ്. ആ
പറ ലൈക്ക് അടിക്കാൻ പറഞ്ഞ കാണിക്ക ലൈക്ക് അടിക്കാൻ പറ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. പറ സബ്സ്ക്രൈബ് ചെയ്യും. കമന്റ് ചെയ്യാൻ കമന്റ് ചെയ്യാൻ പറ. ഓക്കെ പറഞ്ഞേ ഓക്കെ ബൈ ബൈ. വന്നിട്ട് ഇടത്തരല്ലേ ബൈ.